ഒന്ന് കാണാനാ ഇവിടെ നിന്ന്. അന്നങ്ങനെ സംഭവിച്ച ശേഷം തമ്മിൽ കാണാൻ കഴിഞ്ഞില്ലല്ലോ. അല്ല, കണ്ടില്ല എന്നങ്ങനെ തീർത്ത് പറയാനും കഴിയില്ല. അതിനുശേഷം നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്ത് വെച്ച് കണ്ടില്ലേ. ഒരു സഹോദരി നഷ്ടപ്പെട്ടതിന്റെ വേദന എനിക്കറിയാം, അതിലെനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ ചെറിയടത്ത് തറവാട്ടിൽ തന്റെ സഹോദരി ഇല്ല. ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നീ എന്തിനാ എന്റെ പെങ്ങടെ പുറകെ ചുറ്റുന്നു? ക്ഷേത്രത്തിൽ വെച്ച്, ഇന്നലെ വീട്ടിൽ വെച്ച്. പറ, നിന്റെ ഉദ്ദേശം എന്താ? നമ്മൾ തമ്മിൽ സംസാരിച്ച് തീർക്കാൻ പറ്റിയ കാര്യമാണെങ്കിൽ ഇവിടെ വെച്ച് തീർക്കാം. എനിക്കൊന്നും പറയാം. എന്നാ എനിക്കില്ലത് പറയാനുണ്ട്. നീ ബാലനല്ല? അല്ല. അതെ, നീ ബാലന. നീയല്ലേ ബാലൻ? നോ, അല്ല. പിന്നെ നീ ആരാ? സത്യം പറ. എന്റെ അച്ഛന്റെ അശ്വതിയുടെ ഒക്കെ മുമ്പിൽ നീ എന്തിനു ഞാനായി വേഷം കെട്ടി? പറ. പണമായിരുന്നു ഉദ്ദേശം, അതോ അവരെ കൊല്ലാനോ? ശരിയാ, ഇതൊരു വേഷം കിട്ടില്ല. ഇത് കണ്ടോ? ഒന്ന് അമർത്തി തിരുമിയ മാഞ്ഞു എന്ന് എനിക്കറിയാം. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് വേണ്ടി വരും ഞാൻ കരുതിയില്ല. അന്ന് ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ പറയാമായിരുന്നു. ഞാൻ കയറി പിടിച്ചത് എന്റെ അച്യുതയായിരുന്നു എന്ന്. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാനപ്പോൾ പറഞ്ഞാൽ നീ അവളെ വിട്ടുതരൂ? നിനക്കതിന് കഴിയുമായിരുന്നു. അശ്വതിക്ക് നീ എന്നിലൊരു ബാലന്റെ മുഖം കാണാൻ കഴിയുമോ? പറ. കഴിയണ്ടേ? അപ്പോ വെറുതെ സ്നേഹം ധരിച്ച് നീ എന്റെ അച്ഛനെ അവളെയും ചതിക്കുകയായിരുന്നല്ലേ? അവക്ക് സ്നേഹിക്കാൻ വെറും ഒരാളെ വേണമെന്നാണോ നീ വിചാരിച്ചത്? അശ്വതി കാത്തിരുന്നത് എന്നെയാ, ഈ ബാലനെ. ഓ, ഇന്ന് ബാലൻ നീയാണല്ലോ. മതി, ഒന്നും വേണമെന്ന് കരുതി ചെയ്തതല്ല. അറിവ് വെച്ച നാൾ മുതൽ തെരുവ് ജീവിതം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. സ്നേഹത്തിന്റെയൊക്കെ വില ഇറങ്ങി തന്നെ ഇവിടെ വന്നപ്പോഴാ. ബോംബെയിൽ ഒരു കള്ളക്കടത്തുകാരന്റെ ഏജന്റ് ആയിരുന്നു ഞാൻ. അവർക്ക് ആവശ്യം എന്നെ ആയിരുന്നില്ല, ഞാൻ ചെയ്യുന്ന തൊഴിലിനെയായിരുന്നു. ഞാൻ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടം വിട്ടത്. കുട്ടിക്കാലത്ത് എന്നെ സഹായിച്ച ഒരാളുടെ വിലാസം കയ്യിലുണ്ടായിരുന്നു. അയാളെ തേടി ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്കത് കിട്ടി. ഞാൻ ആഗ്രഹിച്ച ഒരിറ്റ സ്നേഹം. മരിച്ചു എന്നറിഞ്ഞിട്ടും ഒരു മകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അച്ഛൻ, തന്റെ ബാലിന് വേണ്ടി കാത്തിരിക്കുന്ന അശ്വതി, ഇവരുടെ എല്ലാ സ്നേഹം ഈ ഒരു അവസ്ഥയാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. ഇല്ല, ഇതുകൊണ്ടൊന്നും ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കണം. ഇവൻ ഈ വേഷം കെട്ടാൻ കാരണക്കാരൻ ഞാനും കൂടിയാ. കാലം കുറെ ആയല്ലോ ഈ നാട് വീടും വിട്ട് പോയിട്ട്. ഒരിക്കലെങ്കിലും ഈ തറവാടിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ?
മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി പൂജയും പ്രാർത്ഥനയും നടത്തി ഇവിടെ കുറെ പേര് നീറി നീറി മരിക്കുന്ന കണ്ടു നിൽക്കുന്നതിനേക്കാൾ നല്ലത് ആരെങ്കിലും ഒരാളെ പിടിച്ചു നിർത്തി ഇവനാണ് നിങ്ങളുടെ മകനെന്ന് പറയുന്നല്ലേ. അതേ ഞാൻ ചെയ്തുള്ളൂ. ആരെയും നശിപ്പിക്കാനല്ല. ഈ അവസ്ഥയിൽ നീ ആയിരുന്നാലും ഇങ്ങനെ ചെയ്യും. ഇനി പറ, ഞങ്ങൾ ചെയ്ത ദ്രോഹമായിരുന്നോ? ദീപം ദീപം ദീപം. മോളെ, ബാലൻ എവിടെ പോയി? ഉച്ചയ്ക്ക് പോയതാ. ഞാൻ ഇപ്പൊ വരാ. ഉം. പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? പോണം. നേരം വിളിക്കുന്നതിന് മുമ്പ് എനിക്കിവിടുന്ന് പോണം. ഇപ്പൊ തന്നെ അച്ഛൻ എന്നെ കാണുമ്പോ എന്തൊക്കെയോ സംശയമുള്ള പോലെ. ബാല, ഒരിക്കൽ പോലും എന്റെ അച്ഛനെ അറിയാൻ പാടില്ല. പ്ലീസ് പോരുത്. ഞാൻ കാരണം അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ പാടില്ല. സാരമില്ല. വൈകി വന്നൊരു ഭിക്ഷക്കാരനായി ഞാൻ എന്നെ കണക്കായിക്കോളാം. അപ്പോ രാത്രി യാത്രയില്ല. കടപ്പാടുകളെല്ലാം തീർത്ത് പോവുകയാണല്ലേ? ഒന്നുകൂടെ ബാക്കിയുണ്ട്. മനസ്സിലായില്ലേ? ഒരു അന്ത്യകർമ്മം എന്റെ. അച്ഛാ, കൂടെ പറഞ്ഞ പെങ്ങൾക്കും ബന്ധുക്കൾക്കും നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കില്ല. ജന്മം നിന്ന അച്ഛനും അങ്ങനെയാണെന്ന് വിചാരിച്ചോ? അച്ഛനോട് ക്ഷമിക്കടാ മോനെ. കാത്തുകാത്തിരുന്ന മകൻ തിരിച്ചു വന്നപ്പോ മോനെ എന്ന് വിളിക്കാൻ കഴിഞ്ഞില്ല. ലോകത്തൊരച്ഛനും ഈ അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. ഇവൻ വന്ന് എന്റെ മോനാണെന്ന് പറഞ്ഞ അന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഇവൻ എന്റെ ബാലനല്ലെന്ന്. എന്റെ മകൻ മരിച്ചുപോയി എന്ന് ഏതാണ്ട് ഞാനും വിശ്വസിച്ചിരുന്നു. നിനക്ക് പകരം ഇവൻ വന്നപ്പോ അശ്വതി ഇനി ഒരിക്കലും കരയാതിരിക്കട്ടെ എന്ന് ഞാൻ കരുതി. മാത്രമല്ല, ഒരു മകന് അച്ഛന് കൊടുക്കാവുന്നതിനേക്കാൾ ഏറെ സ്നേഹം ഇവൻ എനിക്ക് തന്നു. ഇനി ആര് വേണമെങ്കിലും കരഞ്ഞോട്ടെ, നീ എനിക്ക് തരുന്ന സ്നേഹം മതി. എന്റെ മോൻ പോകരുത്. അത് ശരിയല്ല അച്ഛാ. കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നമായിരുന്നു അച്ഛൻ കരുതണം. ഇവനാണ് അച്ഛന്റെ ബാലൻ. സത്യത്തിൽ ഇവൻ അശ്വതി രക്ഷിക്കുകയായിരുന്നു. ഒപ്പം നിങ്ങൾ എല്ലാവരെയും. ഇവനോടുള്ള നന്ദിയായി എനിക്ക് പോയേ പറ്റൂ. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ അച്ഛൻ ആശ്വാസമല്ലേ? അത് മതി. ഒരേ പേരിൽ രണ്ട് മക്കളുള്ള അച്ഛൻ ഭാഗ്യവാനാണ് അല്ലേ ദാസ? അച്ഛൻ എനിക്കൊരു വാക്ക് തരണം. ഒരിക്കൽ പോലും അശ്വതി ഇതറിയരുത്. എന്നും അച്ഛന്റെ ബാലൻ ഇവൻ തന്നെ ആയിരിക്കണം.
വിക്രമ വാ പോവാം. ചാർലി കൈയെടുക്ക പ്ലീസ്. തമാശ വേണ്ട, കാർ കയറ്. ഞാൻ വരില്ല എന്ന് പറഞ്ഞില്ലേ? La